Hello, my dear students. Welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ ലീനിയർ മൊമെൻറ്റത്തെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദാറ്റ് ഇസ് പി ഈക്വൽ ടു എം വി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഫോഴ്സും ന്യൂട്ടൺസ് ലോസ് ഓഫ് ആക്ഷൻ റിയാക്ഷൻ വെച്ച് നമുക്ക് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഫോഴ്സ് ദാറ്റ് മീൻസ് സെക്കൻഡ് ലോ വെച്ചാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ മൊമെൻറ്റത്തിൻ്റെ സെയിം ഡയമെൻഷനാണ് ഇമ്പൾസ്. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. നമുക്ക് വർക്ക് എനർജി പവറിൽ ഇമ്പൾസ് മൊമെൻറ്റം തിയറി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ ഇമ്പൾസ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഉപയോഗിച്ച് റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ദ ഗൺ എന്നൊരു പ്രോബ്ലം നമ്മളിവിടെ നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം? Law of conservation of linear momentum states that if no external force is acting on a system of particles, the total linear momentum of system remains conserved. For example, external force 0 ആണെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം എന്താണോ അത് തന്നെയായിരിക്കും ഫൈനൽ മൊമെൻറ്റം. ദർ ഇസ് നോ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നാണ് ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് 0 ആണെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് നോൺ സീറോ കൺസേർവ്ഡ് ആവില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആയിരിക്കും. പ്രൂഫ് ബേസ്ഡ് ഓൺ സെക്കൻഡ് ലോ, ദാറ്റ് മീൻസ് ലോ ഓഫ് ഫോഴ്സ്. Consider a system of n particle of masses m1, m2, m3, so on so mn, moving with velocity v1, v2, v3, so on so vn. The total linear momentum is given by n പാർട്ടിക്കിൾ സിസ്റ്റമാണ്. ഓരോ പാർട്ടിക്കിളിലെ മാസ് m1, m2, m3 എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിക്കിളിലെ വെലോസിറ്റി v1, v2, v3 ആണ്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് p ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് സോ ആൻഡ് സോ പ്ലസ് mn vn. ദസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഓരോ പാർട്ടിക്കിളിലെയും മൊമെൻറ്റം p ഈക്വൽ ടു mv എന്ന ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തം എല്ലാം കൂടി ആഡ് ചെയ്തു. സോ വി ഗെറ്റ് ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ n പാർട്ടിക്കിൾ ഓഫ് മാസസ്. According to the second law, F external is equal to dp by dt. നമുക്ക് ലോ ഓഫ് ഫോഴ്സ് വെച്ച് നമുക്കറിയാം എഫ് എക്സ്റ്റേണൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി ആണ്. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ഡി പി ബൈ ഡി ടി, എഫ് മീൻസ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. വെറുതെ അത് റിപ്പീറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എക്സ്റ്റേണൽ ആൻഡ് അൺബാലൻസ്ഡ്. കാരണം ഇന്റേണൽ ഫോഴ്സ് cannot perform any work. So F external is proportional to dp by dt. The proportionality is k equal to 1 ആണ് proportionality constant. That why F external is equal to dp by dt. If external is equal to 0, if external 0 ആണെങ്കിൽ നമുക്കറിയാം then dp by dt is equal to 0. That means p is a constant. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞതാണ്. ആ ഡിഫറൻസിയേഷൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്താണ്. ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും 0 ആയിരിക്കും. ദാറ്റ് മീൻസ് പി കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ തിരിച്ചും പറയാം എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ പി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദ മൊമെൻറ്റം എന്ന ഒരു ബേസിക് കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ ആണ് നമ്മൾ സെക്കൻഡ് ലോ വെച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് m1 v1 plus m2 v2 plus so on so mn vn is a constant. So total momentum of the n particle system should be conserved. This should be constant if external is equal to 0. In the case of an isolated system of particles, the total momentum before collision any process is equal to total momentum after collision in any process. ഇതാണ് അതിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും ഈക്വൽ ആയിരിക്കും എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ. ഇനീഷ്യൽ മൊമെന്റം എന്താണോ ഏത് പ്രോസസ്സും ആയിക്കോട്ടെ അത് എന്തിന് തുല്യമായിരിക്കും? ഫൈനൽ മൊമെന്റത്തിന് തുല്യമായിരിക്കും. അതിന്റെ മാസ് മാറാം, അതിന്റെ വെലോസിറ്റി മാറാം, എങ്ങനെയും മാറാം. പക്ഷേ ടോട്ടൽ മൊമെന്റം എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യൽ എത്രയാണോ അത് തന്നെയായിരിക്കും ഫൈനൽ ഉണ്ടാവുക. എക്സ്റ്റേണൽ 0, ഫോഴ്സ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ. ഈ ഫോഴ്സ് എക്സ്റ്റേണൽ നോൺ 0 ആണെങ്കിൽ ഈ മൊമെന്റം കൺസർവേഷൻ ഉണ്ടാവില്ല. m1 u1 plus m2 u2 plus so on so plus mn un equal to m1 v1 plus m2 v2 plus so on so plus mn vn. ഇതാണ് കൺസർവേഷന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പിന്നെ പറയാം ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. എക്സാമ്പിൾസ് ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന് ഒരുപാട് കൺസർവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൺസർവേഷനിൽ ഒരു ബേസിക് കൺസർവേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ നമ്മൾ പറയുന്നു റീകോയിലിംഗ് ഓഫ് എ ഗൺ. റീകോയിലിംഗ്, ഒരു ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഗണ്ണ് ബാക്കിലേക്ക് റീകോയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കിലേക്ക് മൂവ് ചെയ്യാനുള്ള കാരണം ടു മെയിൻറ്റെയിൻ ദ ലീനിയർ മൊമെന്റം കൺസർവേഷൻ. ലീനിയർ മൊമെന്റം കൺസർവേഷന് വേണ്ടിയാണ് ആ ഗണ്ണ് ബാക്കിലേക്ക് വരുന്നത്. ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഗണ്ണ് ബാക്കിലേക്ക് റീകോയിൽ ചെയ്യാൻ കാരണം ടു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. Consider a gun of mass capital M is firing a bullet of mass small m. On firing, the bullet moves forward with velocity v and it exerts a reaction force on the gun
Due to this reaction force, the gun moves backward with a velocity capital V. അപ്പോൾ എം എന്ന മാസുള്ള ക്യാപിറ്റൽ എം എന്ന മാസുള്ള ഗണ്ണ് ഒരു സ്മോൾ മാസുള്ള ബുള്ളറ്റിനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ വി എന്ന വെലോസിറ്റിയിൽ ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു റിയാക്ഷൻ കൊണ്ട് ഗണ്ണ് ബാക്കിലേക്ക് ക്യാപിറ്റൽ വി എന്ന വെലോസിറ്റി റീകോയിൽ ചെയ്യും. ഈ റീകോയിലിംഗ് ചെയ്യാനുള്ള ബേസിക് എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Since the firing is by internal force according to the law of conservation of momentum, അപ്പോൾ ശരിക്കും ഫയറിംഗ് എന്ന് പറയുന്നത് ഇന്റേണൽ പ്രോസസ്സാണത്. ആക്ച്വലി ഇന്റേണൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഇനീഷ്യലും ഫൈനൽ മൊമെന്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിന് മുന്നുള്ള മൊമെന്റും ഫയർ ചെയ്തതിന് ശേഷമുള്ള മൊമെന്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന ഈ ട്രിഗറിങ് അല്ലെങ്കിൽ ആ ഫയറിംഗ് എന്ന പ്രോസസ്സ് ഇന്റേണൽ ആക്കി എടുക്കും. നമ്മൾ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആണ്. സോ 0 + 0 ഇസ് ഈക്വൽ ടു എം വി പ്ലസ് എം വി ഓർ എം ഇ വി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എം വി. സോ വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ എം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം 0 + 0 വരാൻ കാരണം ബിഫോർ ഫയറിംഗ് കേസിൽ ബുള്ളറ്റും റെസ്റ്റാണ് ഗണ്ണും റെസ്റ്റാണ്. അപ്പം രണ്ടിനും വെലോസിറ്റി ഇല്ല. ആ കാരണം കൊണ്ടാണ് രണ്ടിൻ്റെ മൊമെന്റും 0 ആവാൻ കാരണം. ഇനി എം വി എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് ഗൺ ആണ്. ക്യാപിറ്റൽ എം ആൻഡ് ക്യാപിറ്റൽ വി മീൻസ് മൊമെന്റം ഓഫ് ഗൺ. സ്മോൾ എൻ ആൻഡ് സ്മോൾ വി മീൻസ് മൊമെന്റം ഓഫ് ബുള്ളറ്റ്. അപ്പോൾ ഈ രണ്ട് മൊമെന്റും ഫയർ ചെയ്തതിന് ശേഷം രണ്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിന് വെലോസിറ്റി ഉണ്ട്. ദെൻ അത് മൈനസ് വരാൻ കാരണം ബുള്ളറ്റ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗണ്ണ് റീകോയിൽ ചെയ്യുക. അതുകൊണ്ടാണ് ലാസ്റ്റ് എക്സ്പ്രഷനിൽ വി, ദാറ്റ് ഈസ് റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ദ ഗൺ, വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ എം എന്ന് വരാൻ കാരണം. അപ്പോൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ബുള്ളറ്റിൻ്റെ മാസും ഗണ്ണിൻ്റെ മാസിനനുസരിച്ച് റീകോയിലിംഗ് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അതേപോലെ ബുള്ളറ്റ് ഏത് വെലോസിറ്റിയിലാണോ പോകുന്നത് ആ വെലോസിറ്റിക്ക് അനുസരിച്ച് റീകോയിലിംഗ് വെലോസിറ്റിക്ക് ചേഞ്ച് വരാം. Then minus indicates that the bullet velocity and the recoiling velocity of the gun are in opposite ഡയറക്ഷൻ. അപ്പോൾ ഇത് ന്യൂമറിക്കൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ന്യൂമറിക്കൽ വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാമും കിലോഗ്രാമൊക്കെ മാറ്റി മാറ്റി ഇടുമ്പോൾ തെറ്റിക്കരുത്. കാരണം ഗണ്ണിൻ്റെ മാസ് കിലോഗ്രാമിലാണ് വരിക, ബുള്ളറ്റിൻ്റെ മാസ് ഗ്രാമിലാണ് വരിക. അപ്പോൾ രണ്ടും കിലോഗ്രാമിലേക്ക് മാറ്റി മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എക്സാംസിന് വരുമ്പോൾ അത് SI യൂണിറ്റിൽ വേണം ചെയ്യാൻ. അപ്പോൾ തെറ്റിക്കരുത്. ഇതാണ് അത് ഏറ്റവും കൂടുതൽ തെറ്റുന്ന ഒരു കൺസെപ്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇമ്പൾസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഡയമെൻഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മൊമെന്റം ഇമ്പൾസ് ആർ ബോത്ത് ഹാവ് സെയിം ഡയമെൻഷൻ. വി ഹാവ് എ തിയറി ഓൾസോ, ഇമ്പൾസ് മൊമെന്റം തിയറി. ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് ഇമ്പൾസ് ഫോഴ്സ്. ഒരു വലിയ ഫോഴ്സ് ചെറിയ സമയത്ത് കൊടുക്കുന്നതിന് പറയുന്നതാണ് ഇമ്പൾസ്. എക്സാമ്പിൾസ്: ഹിറ്റിംഗ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് എ ബാറ്റ്. സെക്കൻഡ് വൺ, kicking off a football. And third one, driving a nail into a wooden block with a hammer. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം ഓർ ഇസ് ഈക്വൽ ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയാം. അപ്പോൾ വലിയൊരു ഫോഴ്സ് ചെറിയൊരു സമയത്ത് കൊടുക്കുന്നത്, ഒരു ചുറ്റിക എടുത്തിട്ട് ഹാമർ എടുത്തിട്ട് പിന്നെ ആണി അടിക്കുന്നത് ശരിക്കും ഇമ്പൾസ് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ചെറിയൊരു സ്പാനിൽ ഓഫ് ടൈമിൽ കൊടുക്കുകയാണ്. അതേപോലെ ഒരു ബോളിൻ്റെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യണം. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഫോർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. സോ ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ ടു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. അതിന് ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഫോർ എക്സ്റ്റേണൽ ഫോർ 0 ആണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ മൊമെന്റ്, ദർ ഇസ് നോ ഇമ്പൾസ് നമുക്ക് പറയാം. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം. ആ ടൈം കൂടിയാൽ, അപ്പോൾ ഇമ്പൾസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ടൈം കൂടിയാൽ ഫോഴ്സ് കുറയും. അത് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇതാണ്, ഇക്വേഷൻ I ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഇസ് ഈക്വൽ ഡെൽറ്റ പി എന്നും പറയാം. ആപ്ലിക്കേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഇമ്പൾസ്. അല്ലെ, ഫസ്റ്റ് വൺ, എ ക്രിക്കറ്റ് പ്ലെയർ lowers his hands while catching a cricket ball to avoid injury. This is to increase the time of catch to reduce the force exerted against the ball. ഒരു ക്രിക്കറ്റ് പ്ലെയർ ക്യാച്ച് ചെയ്യും, ബൗണ്ടറിയിലേക്ക് ക്യാച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം, ആ കൈ പിന്നോട്ട് വലിച്ചിട്ടാണ് ക്യാച്ച് എടുക്കുക. ബോൾ ഹോൾഡ് ചെയ്തിട്ട് കൈ ബാക്കിലേക്ക് വലിക്കും. അതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ചിങ് ടൈം കൂട്ടുകയാണ്. ക്യാച്ചിങ് ടൈം കൂട്ടുമ്പോൾ സംഭവിക്കുന്ന ടൈം കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും, അപ്പോൾ കൈയിൻ്റെ വേദന കുറയും. ഇതേപോലെയാണ് ഷോക്ക് അബ്സോർബേഴ്സ് എൻ്റെ പർപ്പസും. നമ്മൾ വെഹിക്കിൾസിൽ ഷോക്ക് അബ്സോർബേഴ്സ് അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബ്സ് വെക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ഹമ്പ് ചാടിക്കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഷോക്ക് അബ്സോർബ്സിലൂടെ ആ ജമ്പിൻ്റെ ഇമ്പാക്റ്റ് വെഹിക്കിളിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുമ്പോൾ ആ സമയം കൂടുന്തോറും ഫോഴ്സ് കുറയും, അപ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഇതേപോലെ തന്നെ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ നമ്മൾ തെർമോക്കോളിൽ റാപ്പ് ചെയ്യുന്നതിനൊക്കെ കൺസെപ്റ്റ് ഇതാണ്. കാരണം പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ തെർമോക്കോളിലൂടെ ജസ്റ്റ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുന്തോറും ഫോഴ്സ് എന്താകുമ്പോൾ കുറയും. കാരണം ഇമ്പൾസ് ഇസ് എ കോൺസ്റ്റന്റ്.
ഇമ്പൾസ് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടൈം കൂടുന്നതും ഫോഴ്സ് എന്താവും അവിടെ നമുക്ക് കുറയും. അപ്പോൾ ഫോഴ്സ് കുറയുമ്പോൾ ബ്രേക്കേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇതാണ് ഇമ്പൾസിന്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. ഇമ്പൾസിന് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം, ഓർ വി ക്യാൻ സേ ദാറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. നമുക്ക് ഇനി ഒരു പ്രോബ്ലം നോക്കാം. A machine gun fires a bullet of mass 40 gram each with a speed 1200 meter per second. The person can hold the gun with a maximum force of 144 Newton. What is the maximum number of bullets that can be fired per second from the ഗൺ? അപ്പോൾ നോർമലി നമുക്ക് റീകോയിലിംഗ് വെലോസിറ്റിയുടെ പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് ചോദിക്കാത്ത ആ ഒരു കൺസെപ്റ്റ് വരുന്ന വേറൊരു ക്വസ്റ്റനിലേക്ക് വരാൻ കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 40 ഗ്രാം ഉള്ള ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗണ്ണ് പേഴ്സണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 144 ന്യൂട്ടനാണ് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുക. കാരണം അത് റീകോയിൽ ചെയ്യും. റീകോയിൽ ചെയ്യുമ്പോൾ 144ന് കൂടുതലായി കഴിഞ്ഞാൽ അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല, ഗണ്ണ് അതിൻ്റെ കയ്യിൽ നിന്ന് വീണ് പോകും. അപ്പം 144 ന്യൂട്ടനാണ് മാക്സിമം ഗണ്ണ് അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ബുള്ളറ്റ്സ് ആണ് ഒരു സെക്കൻഡിൽ ആ ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. നമുക്ക് ഇമ്പൾസ് മൊമെൻറ്റം കൂടി ക്ലബ് ചെയ്താൽ മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. സോ മൊമെൻറ്റം ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ഗൺ when one bullet is fired. അപ്പോൾ ഗണ്ണിൻ്റെ മൊമെൻറ്റം ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ മൊമെൻറ്റം ചേഞ്ച് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10⁻³ ഇൻറ്റു 1200. 10⁻³ എടുക്കാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കിലോഗ്രാം ആണ് എസ് ഐ യൂണിറ്റ്. ഗ്രാം നിന്ന് കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 40 ഇൻ 10⁻³ എടുക്കാൻ കാരണം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം പ്രൊഡ്യൂസ്ഡ് വൺ ബുള്ളറ്റ് ഈസ് ഫയർഡ്. ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് കാണുന്നത്. അതാണ് ബുള്ളറ്റിൻ്റെ മാസും ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എടുക്കാൻ കാരണം. So delta P is equal to 40 into 10⁻³ into 1200. That is equal to 48 kilogram meter per second is the change in momentum. Here F is equal to N into delta P by delta T. നമുക്ക് N എന്ന് പറയുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഒരു ബുള്ളറ്റിന് വന്ന മൊമെൻറ്റം ഡെൽറ്റ പി നമ്മൾ കണ്ടു. നമുക്ക് കാണുന്നത് എത്ര ബുള്ളറ്റ്സ് ഫയർ ചെയ്യും. അപ്പോൾ മാക്സിമം എത്ര ബുള്ളറ്റ്സ്. അപ്പോൾ N ഇസ് ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ് അവിടെ വരുന്നത്. So N is equal to F by delta P by delta T, that is equal to 144 by 48, that is equal to 3. അപ്പോൾ 3 ബുള്ളറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ അതിൽ ഫയർ ചെയ്യാൻ കഴിയുക. കാരണം 144 ന്യൂട്ടൺ മാക്സിമം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 3 ന്യൂട്ടൺ. ഇനി ആ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം. കാരണം 144 എന്ന ടേം അത് 160 180 190 ആകുമ്പോൾ നമ്പേഴ്സ് ഓഫ് ബുള്ളറ്റ്സ് എന്ത് ചെയ്യും വീണ്ടും എന്ത് ചെയ്യും കൂടും. ഇനി എല്ലാ ഡെൽറ്റ ബി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം മാറുകയാണെങ്കിലും ബുള്ളറ്റ് നമ്പർ എന്ത് ചെയ്യും മാറും. അപ്പോൾ ഇതിൽ ശരിക്കും നോർമലി റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ഗണ്ണാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ. ഇതും ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. പക്ഷേ റീകോയിലിംഗ് വെലോസിറ്റി ചോദിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. കാരണം അത് ജസ്റ്റ് സിംപ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, ഗ്രാം കിലോഗ്രാമിലേക്ക് മാറ്റാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ക്വസ്റ്റൻ ആകുമ്പോൾ ഇമ്പൾസ് മൊമെൻറ്റം തീരെ അറിഞ്ഞവർക്ക് ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമ്പൾസിന് ഫോഴ്സിനോട് ക്ലബ് ചെയ്താൽ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ത്രൂ കമൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.